കോൺഗ്രസ് ആണെന്നോ? ഞാൻ കൺഗ്രാറ്റ്സ് ആയിരുന്നല്ലേ? എന്നാ പ്രശ്നമായി ഞാനൊന്ന് 2 മിനിറ്റ് ലൈവ് നോക്കണായിരുന്നു. ഡീൽ ചെയ്തിട്ട് വരാം. പിന്നെ ഫീലിംഗ് പറയലയാ നീ ദേഹത്ത് തുടങ്ങല്ലേ എന്റെ ശവം വീഴണം, മനസ്സിലായില്ലേ? അത് 2 മിനിറ്റ് വീഴും, 3ാമത്തെ മിനിറ്റ് നിന്നെ വെട്ടിപ്പിരിക്കും. ഡ്രൈവറെ നീ എന്നെ പറ്റി ഒന്ന് പൊക്കി പറയോടാ. എനിക്ക് സെന്റിമെന്റൽ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഇട്ട് നാളെ വീഡിയോ ഇറക്കാൻ വേണ്ടിട്ട് അളിയാ. എങ്ങനെയാ പറയാനാ? എന്തെങ്കിലും പൊക്കി പറയടാ. ഈ ഇടയ്ക്ക് കൂടൽനാടിന്റെ പൊന്നോമനപുത്രൻ അങ്ങനല്ല, ഈ ഇടയ്ക്ക് ഡ്രോൺ ഒക്കെ തന്നില്ലായിരുന്നു. അപ്പൊ നീ എമൗണ്ട് എടുത്ത് പറയണം. ഇപ്പൊ 1.25 ലക്ഷത്തിന്റെ ഡ്രോൺ, 75 രൂപയുടെ ലൈറ്റ്, അങ്ങനെ എടുത്തു പറയണം. എന്നാലേ എനിക്കത് കട്ട് ചെയ്ത് കണ്ടന്റ് ആക്കാൻ പറ്റുള്ളൂ. എന്റെ സുഹൃത്തും എന്റെ വഴികാട്ടിയുമായ എന്റെ അളിയൻ ദിലീൻ ദിനേശൻ 28 വയസ്സ് ഇന്ന് 800K അടിച്ചിരിക്കുകയാണ്. നമ്മുടെ നാടിന് വേണ്ടിയും നാട്ടുകാർക്ക് വേണ്ടിയും നമ്മുടെ രാജ്യത്തിന് വേണ്ടിയും ഒരുപാട് സംഭാവനകൾ ചെയ്ത മകൻ. അപ്പോ 800K ഈ ഒരു വേളയിൽ എല്ലാവിധ അഭിനന്ദനങ്ങളും. എനിക്കിതല്ല വേണ്ടുന്നേ. എനിക്ക് വേണ്ടത് കണ്ടന്റ് വേറെയാ. ഇതിനൊരു റീച്ച് കിട്ടൂല, മനസ്സിലായി? നമുക്ക് റീച്ച് വേണമെന്നുണ്ടെങ്കിൽ ഇമോഷണൽ ആയിട്ട് പിടിക്കണം. ഞാനൊരു ഇതിന് പിടിച്ച് നീ പറയണം, മനസ്സിലായ? ഇതിന്റെ കഴിവ് നോക്കട്ടെ. ഇതിന്റെ BGM പിടിച്ച് നീ പറയണം, മനസ്സിലായ? എന്റെ ഇന്നത്തെ സ്ട്രീം ചെയ്ത കാറ്റ് പോയി. അളിയ തുടങ്ങിക്കോ. ബാംഗ്ലൂരിന്റെ ഇടനാഴികളിൽ സ്വിഗ്ഗിയോടിയും കള്ളവെടിയും വെച്ച് നടന്ന മൂഡില് വന്നതാ. ജോണിക് ബ്രോ 50 SAR അയച്ചാ. കൺഗ്രാജുലേഷൻ അണ്ണ 800K പറഞ്ഞു. ചാനൽ പറയട്ടെ. പക്ഷെ എനിക്ക് ചന്ദ്രനെ പ്ലീസ്. ഞാൻ കൊടുക്കാം. ഇതല്ല എന്റെ കണ്ടന്റ്. ഇത് ഊക്കലാണ്. ഇതല്ല, ഇമോഷണൽ ആണ് വേണ്ടേ. എനിക്ക് ഇൻസ്റ്റയിലിടാൻ നിന്റെ ഫേസ് ക്യാം അടക്കം ഇടും. നാളെ നിനക്ക് പ്രൊമോഷൻ അളിയാ. പിന്നെ ഞാൻ കണ്ണടച്ച് കേക്കുവാണേ. അല്ല എത്ര വർഷം ജേണി എത്ര വർഷം? 8 വർഷം. 8 വർഷം ചില്ലറ കളിയല്ല നമ്മള് കളിച്ചത്. ചേർത്തേട്ടാ 800K ചേർത്തേട്ടാ. എട്ട് വർഷങ്ങൾക്ക് മുന്നേ ബാംഗ്ലൂരിലെ നഗര ജീവിതത്തിൽ അത് തെറ്റിയാട്ടോ ഒന്നിട്ട് പറയാം. അല്ല അതൊരു ഫ്ലോ, അതൊന്ന് പ്രിപ്പയർ ചെയ്യണം നമുക്ക് പെട്ടെന്ന്. ഇൻസ്റ്റാഗ്രാമിൽ കാണുന്ന മോസ്റ്റ് ഓഫ് ദ സെന്റിമെന്റ്സ് റീൽസ് ഒക്കെ ഇങ്ങനെയായിരിക്കും റിയൽ ലൈഫിൽ ഉണ്ടാക്കണം, മനസ്സിലായോ? റീടേക്ക് നീ എന്നെ ഞാൻ ജസ്റ്റ് അവയർനെസ് പറഞ്ഞു. ഇതിപ്പോഴും മനസ്സിലായില്ല. ഈ വീഡിയോയിലൊരു ഹിഡൻ ഡീറ്റെയിലിംഗ് ഉണ്ട്. എന്റെ മുത്ത് രഘുല്, എന്റെ നൻപൻ. ഒന്നോട്ട് 8 വർഷത്തിന് മുന്നേ ഒരുപാട് സ്വപ്നങ്ങളും ഏന്തി ഒരു 20കാരൻ പഠിക്കാൻ പോവുകയാണ്. പഠിക്കാൻ വലിയ കഴിവുകളൊന്നും ഇല്ലെങ്കിലും അവന് കളിക്കാൻ നല്ല കഴിവുണ്ടായിരുന്നു. അങ്ങനെ അവൻ വീട്ടുകാരെ പറ്റിച്ച് ഒരു ഫോൺ വാങ്ങി അവന്റെ കരിയർ ബിൽഡ് ചെയ്യാൻ തീരുമാനിച്ചു. PUBG എന്നൊരു മൊബൈൽ ഗെയിമായിരുന്നു അവന്റെ ജീവിത വഴിത്തിരിവിലോട്ട് വന്ന ആ ഒരു ഗെയിം. ആ ഗെയിമിൽ അവന് കുറെ നല്ല നല്ല ഫ്രണ്ട്സിനെ കിട്ടി. ഷാംസിംഗ് എന്ന് പറയുന്ന ഒരു അടിപൊളി കൂട്ടുകാരൻ. അളി എനിക്ക് നിന്നെ യൂസ് ചെയ്യണ ഇഷ്ടമല്ല അളിയ, നമുക്ക് പിന്നെ അടിച്ചാലാ? സ്ട്രീം ചെയ്യാൻ കമ്പ്യൂട്ടറിലായിരുന്നു, ഒന്നുമില്ലായിരുന്നു. 8 വർഷത്തിന് മുന്നേ അവനൊന്ന് കഴിക്കാൻ ഫുഡില്ലായിരുന്നു.
പഠിക്കാൻ വലിയ കഴിവുകളൊന്നും ഇല്ലെങ്കിലും അവന് കളിക്കാൻ നല്ല കഴിവുണ്ടായിരുന്നു. അങ്ങനെ അവൻ വീട്ടുകാരെ പറ്റിച്ച് ഒരു ഫോൺ വാങ്ങി അവന്റെ കരിയർ ബിൽഡ് ചെയ്യാൻ തീരുമാനിച്ചു. പബ്ജി എന്നൊരു മൊബൈൽ ഗെയിമായിരുന്നു അവന്റെ ജീവിത വഴിത്തിരിവിലോട്ട് വന്ന ആ ഒരു ഗെയിം. ആ ഗെയിമിൽ അവന് കുറെ നല്ല നല്ല ഫ്രണ്ട്സിനെ കിട്ടി. ഷാംസിംഗ് എന്ന് പറയുന്ന ഒരു അടിപൊളി കൂട്ടുകാരനെ കിട്ടിയത് കൊണ്ട് അവന് കുറെ ജീവിതത്തിൽ മുന്നേറാൻ പറ്റി, ഗെയിംസിൽ മുന്നേറാൻ പറ്റി. അങ്ങനെ അവൻ ഒരു ചാനൽ തുടങ്ങുകയാണ് 8 വർഷത്തിന് മുന്നേ. അവനൊന്ന് കഴിക്കാൻ ഫുഡില്ലായിരുന്നു, സ്ട്രീം ചെയ്യാൻ കമ്പ്യൂട്ടറിലായിരുന്നു, ഒന്നുമില്ലായിരുന്നു. അങ്ങനെ ഇരുന്ന് അവന് ഒരു പ്രകാശവുമായി എത്തിയത് ജോക്കർ എന്ന കോമാളിയല്ല, ശരത്തേട്ടൻ, ദ ഡോൺ, ദ ഓൺലി വൺ ലെജൻഡ് ഇൻ കേരള ഗെയിമിംഗ് കമ്മ്യൂണിറ്റി. അന്ന് ആ കമ്പ്യൂട്ടർ എടുത്ത് കൊടുത്തത് കൊണ്ട് അന്ന് എല്ലാരും 1720p ലൈവ് ഇട്ടുകൊണ്ടിരുന്നവർ, 720p ലൈവ് കണ്ടുകൊണ്ടിരുന്നവർ ഈഗിൾ ഗെയിമിംഗിന്റെ ലൈവ് 1080p കാണാൻ തുടങ്ങി. എൽഗാട്ടോ കാണാത്ത കേരള ഗെയിമിംഗ് കമ്മ്യൂണിറ്റി എൽഗാട്ടോയിൽ ലൈവ് സ്ട്രീം കണ്ടു തുടങ്ങി. തെറ്റി, എൽഗാട്ടോയിൽ സ്ട്രീം ചെയ്യുന്ന ഈഗിളിനെ കണ്ടു തുടങ്ങി. സ്ട്രീമിന്റെ ക്വാളിറ്റിയും കളിക്കാനുള്ള കഴിവും ഉള്ളത് കൊണ്ട് അവൻ മുന്നേറി. MRC എന്ന് പറയുന്ന ഒരു ബീജം ഇപ്പൊ തീരും എന്ന് ഞാൻ ഓർമ്മിച്ചു കൊള്ളുന്നു. ഒന്നുകൂടി ബാക്ക് അടിക്കുക. കളിക്കാനുള്ള കഴിവും ഉള്ളത് കൊണ്ട് അവൻ വലിയ വലിയ ക്ലാനുകളിൽ കയറി വെച്ചടി കയറ്റം മുന്നേറി. അങ്ങനെ ഇന്ന് 80 സബ്സ്ക്രൈബേഴ്സിൽ തുടങ്ങി 800K സബ്സ്ക്രൈബേഴ്സിൽ എത്തിയിരിക്കുന്ന ഈഗിൾ ഗെയിമിങ്ങിനെയാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുന്നു. ബാക്കിൽ 250 പൈസ കിടപ്പുണ്ട്, അവനെ കാണാൻ അവിടെ കിടക്കി. സെറ്റാക്കി ഓ സെറ്റ് എത്ര കണ്ണ് നിറഞ്ഞ് ഇരുന്ന് 48 കയ്യിലൊരു പയ്യ സ്റ്റക്കാ. ഒരു 3 മണി വരെ വെയിറ്റ് ചെയ്യാൻ പറ്റുള്ള VC-യില്. എന്താ കളിയാ? ആ സമയത്താണ് ദേവുടൻ അപ്പി ഇടുന്നത്. അത് കോരി വന്ന് പൊത്തിത്തരാൻ വേണ്ടിയിട്ടാണ്. കഥ പറഞ്ഞപ്പോ ഞാൻ ഉയർത്തളിയാ. ഇതിന്റെ ഇപ്പൊ നാളെ കട്ട് ചെയ്തില്ല. ഞാൻ ഇമോഷണൽ ആയി പേളിയാ. സ്റ്റോറി വല്ലപ്പോഴും ഒക്കെ ഞാൻ ലൈവ് ഇല്ലാത്ത സമയങ്ങളിലൊക്കെ ചന്ദ്രന്റെ ലൈവ് കാണാം. നോർമൽ എന്റർടൈൻമെന്റ് ഉള്ളു, എന്നാലും കുഴപ്പമില്ല. പോലീസുകാരുടെ വണ്ടി എടുക്കുക, തിരിച്ചുകൊണ്ട് കൊടുക്കുക, അങ്ങനത്തെ പരിപാടികൾ മാത്രമേ ഉള്ളൂ. മനസ്സിലായ? ഞാൻ എന്നെ പ്രൊമോട്ട് ചെയ്യണ്ടേ? പിന്നെ പോരാ വലിയ തമാശ രൂപമാണ് പറഞ്ഞ. നീ സീരിയസ് ആയിട്ട് പറ ബാക്കി കാര്യങ്ങളൊക്കെ. ഇങ്ങനെ നമ്മള് 800K അടിക്കുമ്പോഴത്തേക്ക് നമ്മള് ഒരു സ്റ്റോറി പറയേണ്ടതാണ്. പിന്നെ സീരിയസ് ആയിട്ട് പറയുകയാണെങ്കിൽ എടാ ഞാൻ ഒരു കാര്യം പറയട്ടെ. എന്റെ സ്റ്റോറിയും എന്റെ ഇതുവരെയുള്ള ലൈഫിലെ എല്ലാ കാര്യങ്ങളും ഇവിടെ ലൈവ് കാണുന്ന എല്ലാവർക്കും അറിയാം. അറിയാളിയാ നമ്മുടെ ലൈവ് കാണുന്ന മോസ്റ്റ് ഓഫ് ദ നമ്മൾ എന്താ ഇവിടെ പറയാതിരുന്നിട്ടുള്ളേ? മോസ്റ്റ് ഓഫ് ദ എല്ലാ കാര്യം ഇവർക്ക് എല്ലാം അറിയാം. ഇത് ഓരോ വട്ടം നമ്മൾ ഇത് അടിക്കുമ്പോ ഓടിയ നാളുകൾ, ഫീസ് അടയ്ക്കാൻ പറ്റാത്ത കാലം, മഴയത്ത് ബോണ്ടേ നോക്കി കൊതി വിട്ടിരുന്ന ഇതിലെന്തിനേഷൻ, ഇങ്ങനെ പറഞ്ഞിട്ടൊരു ബാംഗ്ലൂരൊക്കെ പോയി ജീവിക്കണോടെ കുണ്ണെ, അന്നേരം മനസ്സിലാവും ബോണ്ടയുടെ പഴംപൊരിയുടെ ഒക്കെ രുചി എന്തായിരുന്നെന്ന്. മനസ്സിലായോ? കുറച്ച് നാള് ബാംഗ്ലൂർ ഹോസ്റ്റലിലൊക്കെ പോയി മറ്റേ ലെമൺ റൈസും കുണ്ണക്കറിയും കഴിച്ചോണ്ടിരുന്ന നിനക്കൊക്കെ മനസ്സിലാവും നാട്ടിലത്തെ വീട്ടിൽ. നമ്മള് അങ്ങനെയല്ല, നമ്മളിങ്ങനെ കൊറേ ഫ്രണ്ടിലോട്ട് വന്നിട്ട് നമുക്കിങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോ ഇങ്ങനെ കൊറേ കാര്യങ്ങൾ ഉണ്ടാവൂലേ, ഇങ്ങനെ കല്ലും മുള്ളും നിറഞ്ഞ വഴികൾ. ഏത് അതിങ്ങനെ ഓർക്കുമ്പോ ഒരു ചെറിയ സന്തോഷം. അളിയ ലൈവ് ഇട്ട് കരയണോ ഞാനിപ്പോ? നീ പറയണ പോലെ ചെയ്യും. സന്തോഷം അത്രേ ഉള്ളൂ.
ബാക്കിൽ സോഫയെന്ന് തിരിഞ്ഞു നോക്കുമ്പോ തമാശ പറഞ്ഞ അവന്റെ പേര് പറഞ്ഞ എടാ, നല്ല കോമഡിയായിരുന്നു നൈസായിരുന്നു അത്. എന്റെ അളിയാ, നീ ഇനി നിന്റെ സ്ക്രീൻ ഷെയർ ചെയ്ത എന്റെ നിന്റെ Netflix ലൈവ് ല് അക്കൗണ്ട് ഷെയർ ലൈവ് വാച്ചിങ് അളിയ അതാ പറഞ്ഞ നിന്റെ ലൈവ് അക്കൗണ്ട് കാണിച്ചേ ലൈവ് അങ്ങനല്ലടാ മണ്ട സബ് കൗണ്ട് അളിയ Subcount. സബ്കൗണ്ടാ സബ് കൗണ്ട് ഇരുന്നൂറ്റമ്പത് അടിക്കുമെന്ന് എന്റെ മനസ്സ് ഏതാ? പറയുന്നു. എന്റെ? ഇപ്പൊ തന്നെ 250 അടിക്കും ഇപ്പൊ തന്നെ അടിക്കും. ഒരു സംശയമില്ല, ഒരു സംശയമില്ല. ബിക്കോസ് ഇവിടെ 2000 പേര് ഇപ്പൊ അടിച്ചിട്ടുള്ളൂ. ചന്ദ്ര 250 ആ, അടിക്കും. ചന്ദ്രന്റെ ചാറ്റ് എടുത്തപ്പോഴേ ഞാൻ കാണുന്ന ഫസ്റ്റ് മെസ്സേജ് എന്താ അറിയോ, ബ്രോ ഒരു ജിം ഇനാഗ്രേഷൻ ഉണ്ടായിരുന്നു, ബ്രോ എത്രയാ ചാർജ് ആക്കണേന്ന്. ഏതാല്ലേ ഇതൊക്കെ മാറി ചന്ദ്രന്. എന്ത് ചെയ്യാനെന്ന് പറയാൻ അളിയാ 2 ലക്ഷം രൂപ വരണമെങ്കിൽ കണ്ട ഇതാണ് അളിയ തുണി അളിയ ഫ്ലെക്സ് ഫ്ലെക്സ്